നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് വക്കീൽ നോട്ടീസ് അയച്ച് CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായ P. ശശി വാർത്താ സമ്മേളനത്തിനിടെ നടത്തിയ അധിക്ഷേപത്തിനെതിരെയാണ് P. ശശിയുടെ നിയമ നടപടി. ഭരണത്തിന്റെ അന്തകനെന്നും പലിശ രാജാവെന്നുമുള്ള വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളാണ് P. ശശിയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ അന്തകൻ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന P. ശശി നിയന്ത്രിച്ച ഓഫീസാണെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. മുതിർന്ന അഭിഭാഷകൻ K. വിശ്വൻ മുഖേനയാണ് P. ശശി വെള്ളാപ്പള്ളിക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. തേജോവധം ചെയ്യുന്നതിന് ദുരുദ്ദേശത്തോടെ പടച്ചുണ്ടാക്കിയതാണ് ഇത്തരത്തിലൊരു പ്രതികരണമെന്ന് വക്കീൽ നോട്ടീസിൽ P. ശശി വ്യക്തമാക്കിയിരിക്കുന്നു. പ്രസ്താവന പിൻവലിച്ച് ഖേദപ്രകടനം നടത്തണമെന്നാണ് P. ശശി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ വെള്ളാപ്പള്ളിയെ തള്ളി CPM രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വെള്ളാപ്പള്ളിക്കെതിരെ P. ശശിയുടെ നിയമ നടപടി കൂടി വന്നിരിക്കുന്നത്. നേരത്തെ മുൻ MLA PV അൻവറിന്റെ ആരോപണങ്ങൾ വ്യാജമെന്ന് ചൂണ്ടിക്കാട്ടിയും P. ശശി മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരുന്നു. 16 ആരോപണങ്ങളാണ് P. ശശിക്കെതിരെ അൻവർ ഉന്നയിച്ചത്. ഈ ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ശശി വക്കീൽ നോട്ടീസ് അയക്കുകയായിരുന്നു. അൻവർ വക്കീൽ നോട്ടീസിന് മറുപടി നൽകാത്തതിനെ തുടർന്ന് ശശി ക്രിമിനൽ കേസ് ഫയൽ ചെയ്തു. തന്നെ ബലിയാടാക്കി രക്ഷപ്പെടാമെങ്കിൽ CPM രക്ഷപ്പെടട്ടെ എന്നായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ കേരളം നിന്ന് കുലുങ്ങിയപ്പോൾ ഇടതുപക്ഷത്തിന് താങ്ങായി തണലായി പിന്തുണ നൽകിയത് താനായിരുന്നുവെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ LDFന്റെ തിരിച്ചടിയായെന്നും അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞത് കുറഞ്ഞുപോയെന്നുമുള്ള വിലയിരുത്തൽ CPM നടത്തിയിരുന്നു. അതിനുശേഷം വെള്ളാപ്പള്ളി നൽകിയ ആദ്യ അഭിമുഖത്തിലാണ് ഇത്തരത്തിൽ മുൻ സർക്കാരിനെതിരെ അതിലെ ചില വ്യക്തികൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പ്രതികരിച്ചത്. മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹം പുകഴ്ത്തുകയും ചെയ്തു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കോടിയേരി ബാലകൃഷ്ണന് സമമാകില്ലെന്നും കടലും കടലാടിയും പോലുള്ള വ്യത്യാസമുണ്ടെന്നും P. ശശി സർക്കാരിന്റെ അന്തകനായി മാറിയെന്നുമായിരുന്നു വെള്ളാപ്പള്ളി പറഞ്ഞത്. പിണറായി വിജയനെ തിരുത്താൻ ആരും തയ്യാറായില്ലെന്നും പിണറായിക്ക് തുല്യമായി പാർട്ടിയിൽ മറ്റാരെയും ചൂണ്ടിക്കാട്ടാനാകില്ല എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി തന്നെയാണ്. ഇത് താൻ പറഞ്ഞാൽ വർഗീയതയാകുമോ? ഈ രാജ്യത്ത് ഒന്നും മിണ്ടാൻ പറ്റില്ല. ജാതിയുടെ പേരിൽ കിട്ടേണ്ടത് ചോദിച്ചു വാങ്ങണം. അതല്ലേ ലീഗും ചെയ്തത്. P. ജയരാജൻ SNDPയെ പറ്റി അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് SNDP യോഗം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോഷക സംഘടനയല്ല എന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിരുന്നു. തിരഞ്ഞെടുപ്പിലെ CPMന്റെ ദയനീയ പരാജയം ഒരു വർഗീയവാദിയാക്കി വെള്ളാപ്പള്ളിയെ മാറ്റിയോ എന്ന ചോദ്യത്തിന് ഞാൻ എന്താണ് വർഗീയവാദം പറഞ്ഞത് എന്നുകൂടെ എല്ലാവരും വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാണ് വെള്ളാപ്പള്ളിയുടെ മറുപടി. ചുമ്മാ വർഗീയവാദി എന്ന് പറഞ്ഞ് ആരെയാണ് വർഗീയവാദി ആക്കാനാകാത്തത്? താൻ ഒരു സാമൂഹിക സത്യം പറഞ്ഞു. താൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്, അല്ലാതെ മുഴുവൻ മുസ്ലിം സമുദായത്തെയും അല്ല താൻ ഉദ്ദേശിച്ചത്. ഭരണം വരുമ്പോൾ കണ്ണല്ലാത്തതെല്ലാം പൊന്നാകുമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ ലീഗിന് ഞങ്ങളോട് കണ്ട ഭാവമില്ല, പരിഗണിക്കാൻ അവർ തയ്യാറായില്ല എന്ന് ഞാൻ പറഞ്ഞത് വർഗീയതയാകുമോ? മലപ്പുറം ജില്ലയിൽ ഞങ്ങൾക്കൊരു കുടിപ്പള്ളിക്കുടം പോലും തന്നില്ല. അവർ വർഗീയ പാർട്ടി തന്നെയാണ്. കോളേജ് അനുവദിച്ചു കൊടുത്തു, സ്കൂൾ അനുവദിച്ചു കൊടുത്തു, +2 കൊടുത്തു. ഞങ്ങൾക്ക് എന്ത് തന്നു? ഞങ്ങളെ തകർത്ത് കളഞ്ഞില്ലേ? +2ൽ ഞങ്ങളുടെ 6000 കുട്ടികളല്ലേ ഔട്ടായി പോയത്. അവർക്ക് സംഘടിതമായ പണമുണ്ട്. ഇത് വെച്ചുകൊണ്ട് മീഡിയ വരെ ഓപ്പറേറ്റ് ചെയ്യുകയാണ്. രാഷ്ട്രീയമായി അവരെ എതിർക്കുന്നവരെ രാഷ്ട്രീയമായി ആക്രമിക്കുന്നു. അവർ പറഞ്ഞാൽ അത് നീതി, ഞാൻ പറഞ്ഞാൽ വർഗീയത. ജാതിയുടെ പേരിൽ കിട്ടേണ്ടത് ചോദിച്ചു വാങ്ങണം. അതല്ലേ ലീഗും ചെയ്തത്. പക്ഷേ ജാതി പറഞ്ഞ ആളുകളെ പറ്റി ഇവരൊന്നും പറയുന്നില്ല. അവരെ മന്ത്രിയാക്കിയില്ലേ എന്നതടക്കമുള്ള ചോദ്യമാണ് വെള്ളാപ്പള്ളി ഉന്നയിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.